ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു IQPSC. കേരള ടൂറിസത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യാനം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വർക്കലയാണ്. യാനം ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലിന് വേദിയാകുന്നത് 2025 സെപ്റ്റംബറിൽ വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരത്തിന് അർഹരായത് അത് ഷീലയും PK മേദിനിയുമാണ്. 2025 സെപ്റ്റംബറിൽ വയോസേവന ആജീവനാന്ത സംഭാവന പുരസ്കാരത്തിന് അർഹരായത് ഷീലയും PK മേദിനി. ഓർത്തിരിക്കുക, ഷീല PK മേദിനി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 4x400 മീറ്റർ റിലേയിൽ സ്വർണം നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം ബോട്സ്വാനയാണ്. സന്തോഷ സൂചകമായി സെപ്റ്റംബർ 29 രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. 4x400 മീറ്റർ റിലേയിൽ സ്വർണം നേടിയ ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് ബോട്സ്വാന. വളരെ ഇമ്പോർട്ടൻറ്റ്. 2025 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട മാഹി ബൻസോര ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. നമുക്കിനി ഉടൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2025 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട മാഹി ബൻസോര ആണവ നിലയം രാജസ്ഥാനിലാണ്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന കേരള വനിതാ സംരംഭക കോൺക്ലേവ് 2025 വേദി തൃശ്ശൂരാണ്. വനിതാ സംരംഭക കോൺക്ലേവ് തൃശ്ശൂരാണ് വേദി. കേരള വനിതാ സംരംഭക കോൺക്ലേവ് 2025 വേദി തൃശ്ശൂർ. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച സരസ്വതി സമ്മാൻ ജേതാവായ കന്നഡ എഴുത്തുകാരൻ SL ഭൈരപ്പയാണ്. ഇപ്പോൾ SL ഭൈരപ്പ ഒരു കന്നഡ എഴുത്തുകാരനാണ്. സരസ്വതി സമ്മാൻ ജേതാവാണ് കന്നഡ എഴുത്തുകാരനായ SL ഭൈരപ്പ. അദ്ദേഹം 2025 സെപ്റ്റംബറിൽ അന്തരിച്ചു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ INS ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിവേക് ഗുപ്തയാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർത്ത് വെച്ചിരിക്കുക, വിവേക് ഗുപ്ത. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡൻ്റാണ് വിവേക് ഗുപ്ത. കേരള സർക്കാരിൻ്റെ 2025 വയോസേവന പുരസ്കാരം നേടിയ കോർപ്പറേഷൻ കൊച്ചിയാണ്. ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ്, മുനിസിപ്പാലിറ്റി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, ബ്ലോക്ക് പഞ്ചായത്ത് മാനന്തവാടി, ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ കോഴിക്കോട്. പുരസ്കാരം നേടിയ കോർപ്പറേഷൻ ഓർത്തിരിക്കുക, കേരള സർക്കാരിൻ്റെ 2025 വയോസേവന പുരസ്കാരം നേടിയ കോർപ്പറേഷൻ കൊച്ചി. 2025 സുബ്രത കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് ജൂനിയർ വിഭാഗം കിരീട ജേതാക്കൾ നമ്മുടെ കേരളമാണ്. കോഴിക്കോട് ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേരളത്തിനായിട്ട് ഈ ചരിത്ര വിജയം നേടിയത്. അപ്പോൾ സുബ്രത കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് 2025 സുബ്രത കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് ജൂനിയർ വിഭാഗം കിരീട ജേതാക്കൾ നമ്മുടെ കേരളമാണ്. ഓർത്തിരിക്കുക. റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്ന് പരീക്ഷിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി പ്രൈം പരീക്ഷിച്ചത് DRDO ചാന്ദിപ്പൂർ ഒഡീഷയിലാണ്. അതിൻ്റെ ദൂരപരിധി 2000 കിലോമീറ്ററാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.